നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് തായന്നൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 4 പേരെ കൂടി അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്യസംസ്ഥാന വെളിച്ചെണ്ണകളുടെ ഇറക്കുമതി കേരളത്തിലെ ഓയിൽ മില്ലുകളെ പ്രതിസന്ധിയിലാക്കുന്നു. നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ സ്ഥലനിർണയത്തിന് ശേഷം ആരാധനാലയങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി. കാസർഗോഡ് നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ക്യാമ്പയിൻ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് തായന്നൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 4 പേരെ കൂടി അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തു. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് ഹോസ്ദുർഗ് CI വേണുഗോപാൽ അറിയിച്ചു. തായന്നൂരിലെ ഓട്ടോ ഡ്രൈവർ ഷാജി, പശു ഫാമിലെ തൊഴിലാളി ഹുസൈൻ, കൂലിപ്പണിക്കാരായ രവി, സുധാകരൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ കേസിൽ തായന്നൂരിലെ കരിന്തളൻ, ബാലൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കൂടാതെ 3 പേർ കൂടി പോലീസിന്റെ വലയിലായിട്ടുണ്ട്. ഇതിനിടെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. പെൺകുട്ടി ക്രൂരമായി പീഡനത്തിനിരയായതായാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ഹുസൈൻ പശു ഫാമിൽ വെച്ചും ഓട്ടോ ഡ്രൈവറായ ഷാജി ഓട്ടോയിൽ വെച്ചുമാണ് പീഡിപ്പിച്ചത്. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 9 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പട്ടാളക്കാരനായ ഗിരീഷും കേസിൽ പ്രതിയാണ്. പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം പുറത്തായതോടെ നിരവധി പേർ മുങ്ങിയതായാണ് സൂചന. ഇതിനിടയിൽ നാടിനെ നടുക്കിയ പീഡനത്തെക്കുറിച്ച് കാസർഗോഡ് വനിതാ CI ശുഭാവതി അന്വേഷണം ആരംഭിച്ചു. തായന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 9ാം തരം വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 2 കേസുകളിൽ പ്രതികളായ ബാലൻ, കരിന്തളൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 7ഓളം കേസുകൾ, പിന്നീട് 7 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി ആളുകൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചുമായി ബന്ധപ്പെട്ട് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ 9ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് ചെയ്യാതെ ശക്തമായ നടപടി പ്രതികൾക്കെതിരെ സ്വീകരിക്കുന്നതാണ്. സംസ്ഥാനത്തെ ഓയിൽ മില്ലുകൾ പ്രതിസന്ധിയിൽ. അന്യസംസ്ഥാനത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന വെളിച്ചെണ്ണ പൊതുവിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നതും തെങ്ങ് കൃഷിയിൽ നിന്നും കർഷകർ പിന്മാറുന്നതുമാണ് ഓയിൽ മില്ലുകളെ പ്രതിസന്ധിയിലാക്കുന്നത്. അന്യസംസ്ഥാനത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന വെളിച്ചെണ്ണ പൊതുവിപണിയിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതും തുടർച്ചയായി ഉണ്ടാകുന്ന വിലയിടിവ് കാരണം തെങ്ങുകൃഷിയിൽ നിന്നും കർഷകർ പിന്മാറുന്നതും സംസ്ഥാനത്തെ ചെറുകിട ഓയിൽ മില്ലുകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. വെളിച്ചെണ്ണയുടെ കയറ്റുമതി നിരോധിച്ചതും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പാമോയിലിന്റെയും വെളിച്ചെണ്ണയുടെയും ഇറക്കുമതി വർദ്ധിപ്പിച്ചതും ചെറുകിട ഓയിൽ മില്ലുകളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇക്കാരണത്താൽ പല ചെറുകിട മില്ലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. എന്നാൽ പൊതുവിപണിയിൽ ഇന്ന് വിലക്കുറവിൽ ലഭ്യമാകുന്ന അന്യസംസ്ഥാന വെളിച്ചെണ്ണ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയേക്കാൾ ഗുണമേന്മ കുറഞ്ഞതാണെന്നാണ് ചെറുകിട ഓയിൽ മില്ലുകാരുടെ അഭിപ്രായം. ഞങ്ങളിപ്പം ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വില നിശ്ചയിക്കുന്നത്. കൊപ്ര എന്ത് വിലയ്ക്ക് കിട്ടും, അതിൽ നിന്ന് ഇത്ര 64% എണ്ണ കിട്ടുന്ന ആ എണ്ണയ്ക്ക് കൊപ്ര വിലയായിട്ട് നോക്കിയിട്ട് ഞങ്ങളുടെ ജോലിക്കൂലിയും ഞങ്ങളുടെ ഒരു ന്യായമായൊരു ലാഭവും എല്ലാം കണക്കൂട്ടാണ് ഞങ്ങൾ വില നിശ്ചയിക്കുന്നത്. ഈ വിലയേക്കാൾ ഒരുപാട് കിലോയ്ക്ക് 10 രൂപ വരെ താത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ മായം കലർന്ന എണ്ണ കിട്ടും. അപ്പോൾ കച്ചവടക്കാർ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന എണ്ണ മായം കലർന്ന ആയതുകൊണ്ട് അവരത് എടുക്കും. അപ്പം ഞങ്ങളുടെ എണ്ണ ഇവിടെ ഇരിപ്പാകും, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ പൂട്ടേണ്ട സ്റ്റേജാകും. ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണ ആവശ്യമായ പരിശോധന ഇല്ലാതെയാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നും പരാതിയുണ്ട്. 30 ടൺ കൊപ്ര ആട്ടിക്കൊണ്ടിരുന്ന പല മില്ലുകളിലും ഇന്ന് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ എണ്ണ ഉൽപാദനം നടക്കുന്നുള്ളൂ. തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുകയും ഗുണനിലവാരം കുറഞ്ഞ അന്യസംസ്ഥാന വെളിച്ചെണ്ണയുടെ ഇറക്കുമതി തടയുകയും ചെയ്താൽ മാത്രമേ നാളികേര കർഷകർക്കും എണ്ണ ഉൽപാദകർക്കും ഇനി രക്ഷയുള്ളൂ എന്നാണ് ഓയിൽ മില്ലുകാരുടെ അഭിപ്രായം. നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ സ്ഥലനിർണയത്തിന് ശേഷം ആരാധനാലയങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ദേശീയപാതയുടെ അലൈൻമെന്റിൽ വീണ്ടും മാറ്റം വരുത്തണമെങ്കിൽ കുറഞ്ഞത് 5 വർഷം വേണ്ടിവരുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത്. അതിനാൽ ഇനിയൊരു മാറ്റം അസാധ്യമാണ്. 30 മീറ്ററിൽ നിന്ന് 45 മീറ്ററായി ദേശീയപാതയുടെ വീതി കൂട്ടുമ്പോൾ ഇരുവശത്ത് നിന്നും 7.5 മീറ്റർ വീതം എടുക്കണമെന്ന് തന്നെയാണ് സർക്കാരിന്റെയും താൽപര്യം. ഒപ്പം ആരാധനാലയങ്ങളെയും തോന്നകിൽ ആശാൻ സ്മാരകത്തെയും ഒഴിവാക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചിരുന്നു.
ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ അനുകൂല നിലപാടുണ്ടെങ്കിലും ഇരുവശവും 7.5 മീറ്റർ വീതം സ്ഥലമെടുക്കണമെന്ന പുതിയ അലൈൻമെന്റ് പ്രായോഗികമല്ലെന്നും നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞതായി മുഖ്യമന്ത്രി പ്രസ്താവിച്ചു. ഇന്നത്തെ 30 മീറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും 7.5 മീറ്റർ വീതം എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആരാധനാലയങ്ങൾ എങ്ങനെയും ഒഴിവാക്കണം, കഴിയുന്നത്ര ഒഴിവാക്കണം. പിന്നെ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം വരരുത് എന്ന് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും നിവേദനങ്ങൾ ലഭിച്ചിരുന്നു. അതും തീരുമാനം കൊടുത്തു. 3 ദിവസം മുമ്പ് PWD മന്ത്രിയും റവന്യൂ മന്ത്രിയും ഞാനുമെല്ലാം കൂടി നാഷണൽ ഹൈവേക്കാരെയും ഈ സ്ഥലമെടുപ്പ് സംബന്ധിച്ച് ബന്ധപ്പെട്ട എല്ലാ കളക്ടർമാരെയും എല്ലാം വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ നാഷണൽ ഹൈവേക്കാർ അതിനോട് യോജിപ്പില്ല. അവർ പറയുന്നത് ഇപ്പം ഇത് മാറ്റിയാൽ പിന്നെ ഒരു 5 കൊല്ലം കൂടെ താമസം വരും. പുതിയ പാലം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് കരാർ നൽകിയിട്ടുള്ളതെങ്കിലും 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാവുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞു പറഞ്ഞു. പുതിയ പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ നിർവഹിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ, മേയർ പ്രസന്ന ആനസ്റ്റ്, PK ഗുരുദാസൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ഗോപാലകൃഷ്ണപിള്ള, കളക്ടർ PG തോമസ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഉത്തര മലബാർ മാപ്പിള ആർട്സ് സൊസൈറ്റിയായ ഉമ്മാസിന്റെ ആഭിമുഖ്യത്തിൽ KM അഹമ്മദ് അനുസ്മരണം നടത്തി. സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉമ്മാസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കോളിയടക്കം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഉമ്മാസിന്റെ വിവാഹ ധനസഹായ ഫണ്ട് വിതരണം പ്രസ് ക്ലബ് ട്രഷറർ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി നിർവഹിച്ചു. PS ഹമീദ്, താജുദ്ദീൻ ബാങ്കോട് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ഉസ്മാൻ കടവത്ത്, KK അബ്ദുള്ള പടന്ന, MV അബ്ദുൾ ജബ്ബാർ, അബ്ദുള്ള ഉദുമ, റസാഖ് ഉപ്പള എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി MK മൻസൂർ കാഞ്ഞങ്ങാട് സ്വാഗതവും ട്രഷറർ ഇസ്മായിൽ തളങ്കര നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ഉണ്ടാകുന്ന സംഘർഷങ്ങളെ മതത്തിന്റെ പേരിൽ വർഗീയവൽക്കരിക്കുന്ന നടപടിക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ കൊല്ലമ്പാടി പറഞ്ഞു. യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ എന്നും സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. ജില്ലയിൽ മാത്രം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ വലിയൊരു മുദ്രാവാക്യം ഉയർത്തി, മതം സംഘർഷമല്ല സമാധാനമാണ് എന്ന വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ച പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് മേഖലയിൽ കാസർഗോഡ് വർഗീയമായ ധ്രുവീകരണമാണെങ്കിൽ കാഞ്ഞങ്ങാട് ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ സംഘർഷമാണ്. ഈ കാസർഗോട്ടും ഉണ്ടാകുന്ന ഈ വർഗീയ ധ്രുവീകരണങ്ങളിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം യൂത്ത് ലീഗ് ആ വിഷയത്തിൽ എപ്പോഴും ഇതിനെതിരായിട്ടുള്ള എല്ലാ അതിൻ്റെ ശാഖാ കമ്മിറ്റികളുടെയും പഞ്ചായത്ത് കമ്മിറ്റികളുടെയൊക്കെ ശക്തമായ ഈ രീതിയിലുള്ളൊരു പ്രചരണ പ്രവർത്തനം അതിനെതിരായിക്കൊണ്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും മതത്തിൻ്റെ പേര് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ മതവുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. നിസ്സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേര് പ്രശ്നങ്ങളുണ്ടാകുകയും അത് മതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിലാണ്. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല.
ഫോൺ 04672980 വാർത്തകൾ തുടരുന്നു. ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സനാതന ധർമ്മ സന്ദേശയാത്ര നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്തു. പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് കാസർഗോഡ് അവസാനിക്കുന്ന സനാതന ധർമ്മ സന്ദേശയാത്ര ഇവിടെ കാഞ്ഞങ്ങാട് പട്ടണത്തെത്തിയിരിക്കുകയാണ്. അരവിന്ദാക്ഷനാണ് യാത്ര നടത്തുന്നത്. HS ഭട്ട്, ആശ, BK സുമ, ഗംഗ, ദിവ്യ, BK പത്മനാഭൻ എന്നിവർ സംബന്ധിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ നിന്നും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അനുഗ്രഹിച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് കേരള നിയമസഭാ സ്പീക്കർ ശ്രീ G. കാർത്തികേയൻ അവർ ഉദ്ഘാടനം ചെയ്ത സന്ദേശയാത്രയാണ് ജനുവരി 14 വരെ കേരളക്കര മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് ആ യാത്രാമധ്യയിൽ ഈ കാഞ്ഞങ്ങാട് നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മാവുങ്കൽ റോഡിലെ വൈഷ്ണവി സൈക്കിൾ കമ്പനി മാനേജിംഗ് ഡയറക്ടർ പാർവതിയമ്മ ഉദ്ഘാടനം ചെയ്തു. റഷീദ് സഹദി, ഫാദർ ജോസഫ് കളരിക്കൽ എന്നിവർ പ്രാർത്ഥന നടത്തി. സുമേഷ്, അൻവർ, വൈഷ്ണവി എന്നിവർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മഹോത്സവം സമാപിച്ചു. കളിയാട്ട മഹോത്സവത്തിന് നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. വെള്ളിയാഴ്ചയാണ് കളിയാട്ട മഹോത്സവം ആരംഭിച്ചത്. പശുദാന പുണ്യാഹം, പ്രസാദന ശുദ്ധി, വാസ്തുഹോമം എന്നിവ നടന്നു. ശനിയാഴ്ച നട തുറന്നതോടെ ഗണപതി ഹോമവും ശുദ്ധികലശ പൂജയും നടന്നു. ശനിയാഴ്ച വൈകിട്ട് തിടമ്പ് നൃത്തത്തോടെ ഉത്സവം സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് തായന്നൂരിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 4 പേരെ കൂടി അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്യസംസ്ഥാന വെളിച്ചെണ്ണകളുടെ ഇറക്കുമതി കേരളത്തിലെ ഓയിൽ മില്ലുകളെ പ്രതിസന്ധിയിലാക്കുന്നു. നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ സ്ഥലനിർണയത്തിന് ശേഷം ആരാധനാലയങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി. കാസർഗോഡ് നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ക്യാമ്പയിൻ നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.